എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് ബോഡി ഷേമുകളെക്കുറിച്ച് പറഞ്ഞാലോ? ബോഡി ഷേമിങ് നമ്പർ 1, അയ്യേ കറുത്തിരിക്കുന്നു. ബോഡി ഷേമിങ് നമ്പർ 2, അയ്യേ പൊക്കമില്ല. ബോഡി ഷേമിങ് നമ്പർ 3, അയ്യേ എന്തൊരു വണ്ണവ. ബോഡി ഷേമിങ് നമ്പർ 4, അശ്ശേ പല്ല് പൊങ്ങി. ഇതൊക്കെ എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു 4 കാര്യങ്ങൾ. അടുത്ത ബന്ധുക്കൾ മുതൽ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഇത് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളിൽ കുറേ പേർക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞിലേ തൊട്ട് നമ്മളിതെല്ലാം കേട്ട് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അത് നമ്മുടെ ലൈഫിനെ ഒത്തിരി ബാധിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയാകും. എങ്ങനെ സംസാരിക്കണം? എനിക്ക് എൻ്റെ പല്ലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പല്ലി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഒരാളെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വീഡിയോ കോൾ ചെയ്യുക, മറ്റൊരാളോട് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തിന് സംസാരിക്കാൻ പോലും എനിക്ക് നാണക്കേടായിരുന്നു. അവർ കളിയാക്കുമോ, അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രായമൊന്നുമില്ല, 10-18 വയസ്സ് തൊട്ട് ഒരു പല്ലിന് ഗ്യാപ്പ് വന്നു തുടങ്ങിയതാണ്. ആ ടൈം തൊട്ട് അങ്ങനെ ഒരു കേൾക്കുന്നതാ, ഈ പല്ലി കമ്പി നിൻ്റെ പല്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ട, അല്ലെങ്കിൽ നീ അടുത്തുനിന്ന് കുറച്ച് മാറിയിരിക്കുക, അല്ലെ പല്ല് കുത്തിക്കയറും. അങ്ങനെയൊക്കെയുള്ള പല കമൻറ്റുകളും എൻ്റെ അടുത്ത ബന്ധുക്കളിൽ, അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലം വരെ എനിക്ക് മറ്റുള്ളവരോട് ചിരിക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. വീഡിയോ കോൾ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ നമ്മളുടെ കൊറോണയൊക്കെ വന്നില്ലേ, കൊറോണ വന്ന ആ ടൈമിലായിരുന്നു എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് വന്നു. കാരണം മാസ്ക് ഇടാമല്ലോ, അപ്പോൾ ആരും എൻ്റെ പല്ല് കാണുന്നില്ല. അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് ചിരിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പല്ല്, മേളിലത്തെ പല്ലിനായിരുന്നു ഗ്യാപ്പ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത്. ചില ഫോട്ടോസിലൊക്കെ ഇപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പഴയ ഫോട്ടോസിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ഞാൻ എടുക്കുക. എനിക്ക് വിഷമമായിരുന്നു. എനിക്ക് ഈ റീൽസ്, ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ടൈമിലൊക്കെ എനിക്ക് ടിക്ടോക്ക് ചെയ്യാനും മ്യൂസിക്കലിയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പല്ലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അപകർഷതാബോധം, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അടുത്തത് പൊക്കക്കുറവും വണ്ണക്കുറവും കൂടെ ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്ന കമൻറ്റുകൾ. ഇത്രയും വണ്ണമുള്ള ആൾക്ക് ഇത്രയും പൊക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഇത്രയും വണ്ണം പോലും ഇല്ലായിരുന്നു. മുഖം കുറച്ച് ചബ്ബിയായിട്ട് ഇരുന്നിരുന്നു. വെയിറ്റ് അത്ര ഇല്ലായിരുന്നു. ഒരു 53, 54 അങ്ങനെയൊക്കെ ആയിരുന്നു. 55-ന് മേളിൽ എനിക്ക് പോയിട്ടില്ല. അതും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. നീ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഞ്ചിൽ പിന്നെ ഇരിക്കാൻ സ്ഥലം പിന്നെ തികയത്തില്ല. സ്കൂളിൽ വെച്ചും കോളേജിൽ വെച്ചൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളായത്. പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ ഇത്രയൊന്നും കഴിക്കല്ലേ, ഇനിയും വണ്ണം കൂടും. എൻ്റെ ചേച്ചി കുറച്ച് മെലിഞ്ഞിട്ടാ. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതാ, വീട്ടിലുള്ള ഭക്ഷണമെല്ലാം ഇയാളാണോ കഴിക്കുന്നത്, ചേച്ചിക്കൊന്നും കൊടുക്കാറില്ല. അപ്പോഴും അവക്കിട്ടൊരു കൊട്ടുണ്ട്, കാരണം അവൾ മെലിഞ്ഞിട്ടാണേ. അങ്ങനെ കുറച്ച് ആളുകൾ, അതും ഇതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് കളറിൻ്റെ കാര്യം കുഞ്ഞിലേ തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. വളരെ കുഞ്ഞിലേ തൊട്ട് ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ഡാർക്ക് കളറായിരുന്നു പണ്ട്. ആ ടൈമിലൊക്കെ എപ്പോഴും എൻ്റെ തൊട്ടടുത്തൊരു റിലേറ്റീവ് എന്നോട് മിണ്ടാറില്ലായിരുന്നു, കാരണം ഞാൻ കറുത്തതാ. എൻ്റെ ചേച്ചിയോട് മിണ്ടും, ചേച്ചിക്ക് നല്ല കളറുണ്ട്. എന്നോട് മിണ്ടത്തില്ല പുള്ളി, കാരണം ഞാൻ കറുത്തതാ. അതുകൊണ്ട് എന്നോട് മിണ്ടില്ല. അവർക്കൊന്നും കറുത്ത ആൾക്കാരെ ഇഷ്ടമല്ല. കറുത്തവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ അവരും കറുത്തു പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അതെന്തേലും ആവട്ടെ. അതുപോലെ പല ആൾക്കാരും
ആന, വണ്ണവും ഉണ്ട്, ഇച്ചിരി വണ്ണവും ഉണ്ട്, കറുത്തുമാണല്ലോ ഇരിക്കുന്നത്. അപ്പം ആന, അങ്ങനെയൊക്കെ പല രീതിയിലും എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വിഷമം വരുമായിരുന്നു. അതെൻ്റെ കുഞ്ഞിലെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് ഇങ്ങനെ. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരെന്തിനാ മാറ്റി നിർത്തുന്നേ, അല്ല ഇവരെന്താ എന്നോട് മിണ്ടാത്ത. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പുള്ളിയുടെ കാര്യം, അയാളെന്താ എന്നോട് മിണ്ടാത്തേ, ചേച്ചിയോടൊക്കെ മിണ്ടുന്നുണ്ടല്ലോ, എന്നെ കാണുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത്, എനിക്ക് കളറില്ല, എന്നെ കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നിരിക്കും പുള്ളി എന്നോട് മിണ്ടാത്തത്. പുള്ളിയുടെ മക്കൾ നല്ല ഫെയറാണ്, കാണാൻ കാണാൻ കുഴപ്പമില്ല. കളറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭംഗി ഉണ്ടാവണമെന്നില്ലല്ലോ. കുറേ ആൾക്കാർ എന്നെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അന്നൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് പോലും, പല കൂട്ടുകാർ പോലും നമ്മളോട് കൂട്ടുകൂടാൻ വരാതിരിക്കുന്നുണ്ട്, കളറില്ലാത്തതിൻ്റെ പേരിൽ, ഗ്ലാമർ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പുള്ളിയുടെ കാര്യം, പുള്ളി എന്നോടും എൻ്റെ വേറൊരു കസിനോടും കൂടെ പറഞ്ഞതാ, ഞാൻ കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ ആ ഒരു കസിന് കുരങ്ങിൻ്റെ ഷേപ്പുണ്ട്, അവൾക്ക് ഷേപ്പേ ഉള്ളൂ, ഞാൻ കുരങ്ങിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇത്രയും വയസ്സായിട്ട് ഞാനതിപ്പോഴും മറന്നിട്ടില്ല. അത് എൻ്റെ കുഞ്ഞിലേ പറഞ്ഞതാണ്. ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞ കാര്യമാണ് പുള്ളി. ഇപ്പോഴും ഞാനത് മറന്നിട്ടില്ല. ഞാൻ കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്, എൻ്റെ കസിൻ കുരങ്ങിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടെന്നുള്ളത്. എന്ത് മനുഷ്യനാ. ഇപ്പം എനിക്ക് അയാളെ കാണുമ്പോൾ പുച്ഛമാണെന്ന് തോന്നുന്നു, പുച്ഛം. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ആൾക്കാരാണല്ലോ എൻ്റെ റിലേറ്റീവ്സ് എന്ന് ഞാൻ ഓർത്തത്. എന്താല്ലേ. ഇപ്പോഴൊന്നും ഞാൻ ആ പുള്ളിയോട് മിണ്ടാറ് പോലുമില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. എന്തൊക്കെ മനുഷ്യരായി ലോകത്ത്, എന്തൊക്കെയാ അവർ കാണിക്കുന്നതെന്ന് അവർക്കെന്തേലും ബോധമുണ്ടോ? അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ എത്രമാത്രം അത് വേദനിപ്പിക്കും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, നീ കുരങ്ങിനെ പോലെ ഇരിക്കുന്നേ എന്നുള്ളത് എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞത്. അടുത്ത ഫിനാൻഷ്യലി, പണമില്ലെങ്കിൽ നമ്മളൊന്നുമല്ല, പണം ഉണ്ടെങ്കിലോ നമുക്ക് എല്ലാവരും നമ്മുടെ ചുറ്റിനും നിന്നിട്ട് ഹൈ 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 ക്ലാപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ടാവും. എനിക്ക് ജോലിയൊക്കെ ആകുന്നതിന് മുന്നേ, ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ അതും ചില ബന്ധുക്കൾ എന്ന് പറഞ്ഞ തെണ്ടികൾ എന്നെ കാണുന്ന അവരുടെ ഫേസിൽ അറപ്പായിരുന്നു. നമുക്ക് പൈസയില്ല, ഗ്ലാമറും ഇല്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ച് എന്നെ നോക്കുന്നത്. അത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, എൻ്റെ ചേച്ചിയുടെ അടുത്തോ എൻ്റെ അമ്മയുടെ അടുത്തോ എൻ്റെ അപ്പൻ്റെ അടുത്തോ ഒന്നും അങ്ങനെ ഇല്ല, എൻ്റെ അടുത്ത് മാത്രമാണ് ഉള്ളത്. ഏതോ അറപ്പ് പോലെയായിരുന്നു അവർക്ക് ഫേസ് ഉള്ളത്. ഒരു തവണ എനിക്ക് എൻ്റെ ഫേസിൽ മുഴുവൻ പിമ്പിൾസ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുമായിരുന്നു. ആ ടൈമിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അറപ്പാകുന്ന മുഖം കണ്ടിട്ട് കുളിച്ചുകൂടെയെന്ന് എന്നോട് ചോദിക്കുക. കുളിച്ച് കഴിഞ്ഞാൽ ഇത് ഉടനെ പോകാനായിട്ട്, ഇത് കുളിക്കാത്തതുകൊണ്ട് വരുന്നതല്ല ഈ പിമ്പിൾസ്, ഹോർമോണിൻ്റെ പ്രശ്നവും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും. അതൊന്നും വിവരമില്ലാത്ത ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് നമുക്ക് തിരിച്ചവരോടൊന്നും, എനിക്ക് അന്നത്തെ അവസ്ഥയ്ക്ക് എനിക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. മറന്നിട്ടില്ല, ഒന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നിട്ട് കുറച്ച് നാൾ അവർ എൻ്റെ അടുത്ത് മിണ്ടത്തില്ല, എൻ്റെ അടുത്ത് ഏതാണ്ട് അറപ്പ് പോലെയായിരുന്നു എൻ്റെ അടുത്ത് പെരുമാറുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ജോലിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അവരുടെ അടുത്തേക്കൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പം നമ്മളെ കാണുമ്പോഴത്തേക്ക് അവർ അയ്യോ മോനെ, അയ്യോ അയ്യോ കുട്ട, അയ്യോ വായോ. കാര്യം നമ്മുടെ പൈസയുണ്ട്. പൈസ എന്ന് വെച്ചാൽ ഞാൻ കോടീശ്വരിയാണെന്നല്ല, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. അപ്പം നമ്മൾ അപ്പം അവർ നമുക്ക് റെസ്പെക്റ്റ് തരും, പൈസ ഉണ്ട്, റെസ്പെക്റ്റ് തരും. അത്രയും നാളും എന്നെ അറപ്പായി കണ്ടുകൊണ്ടിരുന്നവർക്ക് ഞാൻ കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ അറപ്പൊക്കെ മാറി.
എൻ്റെ ഗ്ലാമറില്ലായ്മയും എല്ലാവർക്കും മാറി. നേരത്തെ പറഞ്ഞ ആളും ഈ പറഞ്ഞ ആളും രണ്ടും രണ്ടാണേ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, എടി നീ ഇങ്ങനെ എന്താ ഇത്, നീ ഞങ്ങളെക്കാട്ടിലും പൈസയുള്ള ഡ്രസ്സൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷെ നീ എന്താ, ഞങ്ങളൊക്കെ നോക്കൂ സാധാരണ ഡ്രസ്സൊക്കെ മേടിക്കുന്നാലും ഞങ്ങളെ കണ്ടിട്ടില്ല, ഒരു റിച്ച് ലുക്കുണ്ട്, നീ എന്താ ഇങ്ങനെ. ഇൻഡയറക്റ്റായിട്ട് എൻ്റെ ലുക്കിനെ കളിയാക്കിയതാണ് അതായത് ഞാൻ ഇച്ചിരി ഡാർക്കായിരുന്നല്ലോ, അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ആള് പറഞ്ഞതാ. നീ എന്തൊക്കെ ചെയ്താലും ഒരു മെനയും ഇല്ലല്ലോ എന്നാണ് പുള്ളിക്കാരി അർത്ഥമാക്കിയത്. എനിക്ക് അല്ലെങ്കിലും പുള്ളിക്കാരിനെ കുറച്ച് നാളായിട്ട് ഞാൻ നോട്ടം വിട്ട് വെച്ചേക്കുമായിരുന്നു. അന്നത്തോടെ എനിക്ക് മനസ്സിലായി, ഇതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആള്. നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വാ തുറക്കരുത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾ വാ തുറക്കാതിരിക്കുക. മറ്റുള്ള ആൾക്കാർക്ക് വിഷമിപ്പിക്കരുത്. അവരുടെ ലുക്കിൽ നടന്നോട്ടെ, അവരെ എന്ത് കോലം വേണ്ടെങ്കിലും കെട്ടിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അവർക്ക് ഇപ്പോൾ കറുപ്പോ വെളുപ്പോ തടിയുള്ളതോ തടിയില്ലാത്തതോ എന്തായിക്കോട്ടെ, അവരും മനുഷ്യരാണ്. നിങ്ങൾ കുറച്ച് വെളുത്തിരുന്നെന്നോ നിങ്ങൾ കുറച്ച് സ്ലിം ആയിട്ടിരുന്നെന്നോ നിങ്ങളുടെ ഫേസിലെ ഫീച്ചേഴ്സ് കുറച്ച് കറക്റ്റായിട്ട് ഇരിക്കുന്നെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം തികഞ്ഞ മനുഷ്യരല്ല. മറ്റേ ആൾക്കാരെ എല്ലാം കുറഞ്ഞ ആൾക്കാരും അല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ട്. അവരുടെ ആ ഒരു വണ്ണം വെച്ചിട്ടിരിക്കുന്ന, അല്ലെ പൊക്കം കുറഞ്ഞിട്ടിരിക്കുന്ന ആ രൂപം അവർക്കിഷ്ടമാ. അതും ദൈവം കൊടുത്തതല്ലേ, അവർക്കത് ഇഷ്ടമാ. നിങ്ങളതിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വാ കൊണ്ട് അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ വണ്ണം കുറയും, അങ്ങനെ ചെയ്താൽ വെളുക്കും. നിങ്ങളോട് അവർ ചോദിച്ചോ എനിക്ക് വെളുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്? അവർ നിങ്ങളോട് വന്ന് ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്. അവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് പോലും വിഷമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ കാലങ്ങളോളം അവരുടെ മനസ്സിലുണ്ടാകും. നിങ്ങളുടെ ചെറിയൊരു വാക്ക് മതിയായിരിക്കും അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യും. അവർ അതും ആ ഒരു ഇൻസെക്യൂരിറ്റിയും വെച്ചുകൊണ്ടായിരിക്കും അവർ ലൈഫ് ലോങ് പിന്നെ നടക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക. ചിലർക്ക് വെളുക്കണം എന്നുള്ള ആഗ്രഹം കാണും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. ചിലർക്ക് അവരവരിയ്ക്കുന്ന പോലെയാണ് ഇഷ്ടം, അവർക്ക് ഇരിക്കുന്ന പോലെയാണ് ഇഷ്ടം, അപ്പോൾ അവരങ്ങനെ ഇരിക്കും. അത് ഓരോരുത്തരുടെ ആഗ്രഹം. അവരവരുടെ ആഗ്രഹത്തിനൊത്ത് അവർ ജീവിക്കട്ടെ. നമ്മളതിലേക്ക് ഇടപെടാൻ പോകാതിരിക്കുക. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്. നമ്മളിപ്പം നമ്മുടെ അടുത്ത് വന്ന് പറയുക, നിങ്ങൾ ഭയങ്കര അയ്യേ നീ എന്ത് വെളുത്തായിരിക്കുന്നത് അത് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? നിന്നെ വെള്ളപ്പാറ്റേനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഫീൽ ചെയ്യില്ലേ? അതുപോലെ തന്നെ അവരുടെ അടുത്തും. ഓരോരുത്തർക്ക് ഞാനിപ്പം നിങ്ങളോട് ചോദിക്കുക, ഈ പിമ്പിൾസിൻ്റെ ഈ മാർക്ക് പോകാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചാൽ മാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിനുള്ള മറുപടി പറയുക. അല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് കയറി ഈ പിമ്പിൾസിൻ്റെ മാർക്കുണ്ടല്ലോ, അയ്യോ അത് പോകാനായിട്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ അയ്യോ കൊള്ളത്തില്ല എന്നാൽ പറയല്ലേ. എന്നാണേലും ഞാൻ വീഡിയോ നിർത്തുക. എൻ്റെ കുഞ്ഞപ്പൻ എണീക്കാറായി. ബൈ.